അങ്ങനെ 2 ദിവസം നീണ്ടുന്ന വൃത്തിയാക്കൽ മഹാമഹം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ വഴുതനങ്ങയുടെ പോർഷനാണ് എടുക്കുന്നത്. അവിടെ വഴുതനയും കത്തിരിയും വെണ്ടയും എല്ലാം ഉണ്ടോ. അവിടെ കുറേ മണ്ണുണ്ടായിരുന്നു, പിന്നെ കുപ്പിയും പാട്ടയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പറക്കി മാറ്റി. ഈ മണ്ണെന്ന് വെച്ചാൽ ചാക്കിൽ നിന്ന് പൊട്ടി പൊട്ടി വീഴുന്നതാണ്. അവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മുന്തിരിവള്ളിയുടെ അടിയിലാണ്. മുന്തിരിവള്ളിയുടെ അടിയിൽ അധികം മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറങ്കിമാവിൽ നിന്ന് വീഴുന്ന കരിയിലായിരുന്നു. പിന്നെ മുന്തിരി മൊത്തം പുഴു എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് അമ്മ എന്തൊക്കെയോ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അധ്വാനിച്ച് ഞാനൊരു വഴിക്കായി ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ആവേശത്തിന് തുടങ്ങിയത് ഇങ്ങനെ ആവുമെന്ന്. എന്തായാലും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ചെടികളോട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതിന് ബലമായിട്ട് കള്ളിമുള്ള എനിക്കൊരു കുത്തു വെച്ച് തന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. എന്തായാലും കള്ളിമുള്ളിൻ്റെ നിന്ന് കുത്തും മേടിച്ച് ആ ഒരു പോർഷനും അങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞിരുന്നു കേട്ടോ. ആ പോർഷന് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തേണ്ടി വന്നു. കാരണം വെച്ചാൽ കള്ളിമുള്ള് നമ്മുടെ ആ പാവലുമായിട്ടൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് വലിച്ച് മാറ്റാൻ പാടായിരുന്നു. അങ്ങനെ ഇതുകൂടെ കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മുടെ മുകൾ ഭാഗം മൊത്തം വൃത്തിയാക്കിയായിരിക്കുന്നു ഗൈസ്. എന്തോ ഒരു ആത്മസംതൃപ്തി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് ആ പോർഷൻ കാണുമ്പോൾ നമ്മളുണ്ടാകുന്ന നിർവൃതിയില്ലേ, അത് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.